നമസ്കാരം. ലോകമെമ്പാടുമുള്ള വിഷ്ണു ഭക്തർ അതിയായ ഭക്തിയോടെ കാത്തിരിക്കുന്ന പുണ്യദിനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. ഭൂമിയിലെ വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രത്തിലും തിരുപ്പതിയിലും മറ്റെല്ലാ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ ദിവസം അതീവ പ്രാധാന്യത്തോടെയാണ് ആഘോഷിക്കുന്നത്. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി. എന്തുകൊണ്ടാണ് ഈ ഏകാദശിക്ക് ഇത്രയേറെ പ്രാധാന്യം? എങ്ങനെയാണ് വിധിപ്രകാരം വ്രതം അനുഷ്ഠിക്കേണ്ടത്? പാരണ വീടേണ്ട കൃത്യമായ സമയം എന്നാണ്? ഈ സംശയങ്ങൾക്കെല്ലാം ഭക്തിപൂർവമായ മറുപടിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ ഏകാദശി വ്രതം എന്നത് വെറും ഉപവാസമല്ല, അത് ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തന് ലഭിക്കുന്ന ഫലങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്. നമ്മുടെ അറിവോടും അറിയാതെയും കൈകൊണ്ടും മനസ്സുകൊണ്ടും ചെയ്തു പോയ സകല പാപങ്ങളും ദഹിപ്പിക്കാൻ ഏകാദശി വ്രതത്തിന് ശക്തിയുണ്ട്. ഒരു വിളക്ക് കത്തുമ്പോൾ ഇരുട്ട് മാറുന്നത് പോലെ ഏകാദശി നോൽക്കുന്നവന്റെ ജീവിതത്തിലെ കർമ്മദോഷങ്ങൾ ഭഗവാൻ നീക്കിത്തരുന്നു. നമ്മൾ എടുക്കുന്ന ഈ വ്രതം നമ്മുടെ പരേതരായ പിതൃക്കൾക്ക് പോലും മോക്ഷം നൽകാൻ കാരണമാകുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു. കുടുംബത്തിന് മൊത്തത്തിൽ ലഭിക്കുന്ന ഐശ്വര്യമാണിത്. 11 ഇന്ദ്രിയങ്ങളെയും, അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് ഭഗവാനിൽ അർപ്പിക്കുന്നതാണ് ഏകാദശി. ഇത് ജീവിതത്തിൽ അച്ചടക്കവും അചഞ്ചലമായ ഭക്തിയും നൽകുന്നു. വ്രതമെടുക്കുന്നത് ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ മാനസികമായ പിരിമുറുക്കങ്ങൾ മാറുകയും ശാരീരിക ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ സ്വർഗവാതിൽ എന്ന് വിളിക്കുന്നത്? ഈ ദിവസം വൈകുണ്ഠത്തിലെ സ്വർഗവാതിൽ തുറക്കപ്പെടുമെന്നാണ്. ഈ ദിവസം ക്ഷേത്രങ്ങളിലെ ഉത്തരവാതിലിലൂടെ കടന്ന് ഭഗവാനെ ദർശിക്കുന്നത് കോടി പുണ്യത്തിന് തുല്യമാണ്. ഈ വ്രതം കൃത്യമായി അനുഷ്ഠിച്ചാൽ മരണാനന്തരം പുനർജന്മമില്ലാതെ ഭഗവാന്റെ പാദങ്ങളിൽ മോക്ഷം ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ദാരിദ്ര്യം നീങ്ങാനും സന്താന ലബ്ധിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകാനും സ്വർഗവാതിൽ ഏകാദശിയോളം വലിയൊരു പുണ്യം വേറെയില്ല. നമ്മൾ കേവലം ഒരു ദിവസം ഭക്ഷണം ഉപേക്ഷിക്കുന്നു എന്നതിലപ്പുറം എന്താണ് ഈ ഏകാദശി വ്രതം നമുക്ക് നൽകുന്നത്? ഭാരതീയ മഹർഷിമാരും പുരാണങ്ങളും ഈ വ്രതത്തെ വ്രതങ്ങളുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത് വെറുതെയല്ല. ഇതിന്റെ ഫലങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ബോധപൂർവമോ അല്ലാതെയോ നാം അനേകം തെറ്റുകൾ ചെയ്യുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ഉണ്ടാകുന്ന ഈ പാപങ്ങൾ നമ്മുടെ ജീവിത പുരോഗതിയെ തടയുന്ന കരിനിഴലുകളാണ്. സ്വർഗവാതിൽ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വൈകുണ്ഠ പ്രാപ്തി നൽകുന്നു എന്നതാണ്. ഈ ദിവസം വ്രതം നോറ്റ് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് പുനർജന്മത്തിന്റെ ദുരിതങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നും മരണാനന്തരം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പാദങ്ങളിൽ ലയിക്കാൻ സാധിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിനെ സ്വർഗവാതിൽ ഏകാദശി എന്ന് വിളിക്കുന്നത്. അതായത് സ്വർഗത്തിലേക്കല്ല, അതിലും ഉയർന്ന വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ ഭഗവാൻ ഈ ദിവസം തുറന്നിടുന്നു. ലക്ഷ്മിനാഥനായ ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഭക്തരുടെ ഭവനങ്ങളിൽ ഐശ്വര്യം നിറയുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും കടബാധ്യതകളിൽ വലയുന്നവർക്കും ഈ വ്രതം ഒരു വലിയ ആശ്വാസമാണ്. ഈ ദിവസം ഭക്തിപൂർവം നാമജപം നടത്തുന്ന വീടുകളിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നും കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കുമെന്നും പറയപ്പെടുന്നു. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. ചന്ദ്രന്റെ ഗതിക്കനുസരിച്ച് നമ്മുടെ വികാരങ്ങളിലും മാറ്റം വരാറുണ്ട്. ഏകാദശി ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും നിയന്ത്രിക്കാനും ഭക്തന് സാധിക്കുന്നു. ശാസ്ത്രീയമായി നോക്കിയാൽ മാസത്തിൽ 2 തവണ ദഹന വ്യവസ്ഥയ്ക്ക് വിശ്രമം നൽകുന്നത് ശരീരത്തെ, കോശങ്ങളെ പുതുക്കുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. അതായത് ഏകാദശി വ്രതം വഴി ആത്മീയമായ ഉന്നതി മാത്രമല്ല, ഉത്തമമായ ആരോഗ്യവും നമുക്ക് ലഭിക്കുന്നു. വിദ്യാർത്ഥികൾ ഏകാദശി വ്രതം എടുക്കുന്നത് അവരുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചുരുക്കത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഔഷധമാണ് ഏകാദശി വ്രതം. ഇത് കേവലം ആചാരമല്ല, മറിച്ച് ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ്. ഈ ദിവസം പരമാവധി മൗനം പാലിക്കുക, ലൗകികമായ കാര്യങ്ങൾ സംസാരിക്കാതെ ഭഗവത് ചിന്തയിൽ മുഴുകുക. ഓം നമോ നാരായണായ എന്ന മന്ത്രം ഹൃദയത്തിൽ സദാ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ഭാഗവതം വായിക്കുന്നതും വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതും അത്യുത്തമമാണ്. ഏകാദശി നാളിലോ തൊട്ടടുത്ത ദ്വാദശി നാളിലോ അന്നദാനമോ വസ്ത്രദാനമോ നടത്തുന്നത് ഭഗവാൻ വിഷ്ണുവിന് അതീവ സന്തോഷവാനാക്കുന്നു. അരിഭക്ഷണം ഉപേക്ഷിക്കുക, പകരം തുളസി തീർത്ഥമോ പഴങ്ങളോ ഉപയോഗിക്കാം.
പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കാത്തവർ ഭഗവാനെ ധ്യാനിച്ച് ലഘുഭക്ഷണം കഴിക്കുക. ശ്രദ്ധിക്കുക, നാം കഴിക്കുന്ന ആഹാരത്തെക്കാൾ നമ്മുടെ മനസ്സിന്റെ ശുദ്ധിക്കാണ് ഭഗവാൻ മുൻഗണന നൽകുന്നത്. ഇനി ഈ വർഷത്തെ സമയക്രമം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. ഡിസംബർ 30, അതായത് ചൊവ്വാഴ്ച, ഏകാദശി തിഥി രാവിലെ 7:50 ആരംഭിക്കുന്നു. ഡിസംബർ 31 ബുധനാഴ്ച, ഏകാദശി രാവിലെ 5 അവസാനിക്കുന്നു. ഇനി പാരണ. ഡിസംബർ 30 വ്രതമെടുക്കുന്നവർ ഡിസംബർ 31 ഉച്ചയ്ക്ക് 1:31 1:48 ഇടയ്ക്ക് പാരണ വിടേണ്ടതാണ്. ഇനി ഡിസംബർ 31 എടുക്കുന്നവർ, അതായത് ദ്വാദശി കലർന്ന ഏകാദശി എടുക്കുന്നവർ ജനുവരി 1 രാവിലെ 7:14 9:18 ഇടയിൽ തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വർഗവാതിൽ ഏകാദശി വ്രതമാണെന്ന് നിസ്സംശയം പറയാം. നാം കഴിക്കുന്ന ആഹാരത്തെക്കാളും നാം ചെയ്യുന്ന കർമ്മങ്ങളെക്കാളും ഉപരിയായി നമ്മുടെ ഹൃദയത്തിലെ ഭക്തിയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. വൈകുണ്ഠത്തിന്റെ വാതിലുകൾ മലർക്ക് തുറന്നിട്ട് ഭഗവാൻ നാരായണൻ തന്റെ മക്കളെ കാത്തിരിക്കുന്ന സുദിനമാണിത്. നമ്മുടെ എല്ലാ സങ്കടങ്ങളും പ്രാരാബ്ദങ്ങളും ആ പാതാര വിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഭഗവാനെ, ഈ വ്രതത്തിലൂടെ എന്റെ ജന്മം സഫലമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളാൽ പൂർണ്ണമായും ഉപവസിക്കാൻ കഴിയാത്തവരാണോ? വിഷമിക്കേണ്ട. ഭഗവാൻ സ്നേഹസ്വരൂപനാണ്. ഒരു തുളസിയിലെയും ഭക്തി നിറഞ്ഞ ഒരു വിളിയും മതി ആ കാരുണ്യമൂർത്തിക്ക് നമ്മളിലേക്ക് ഓടിയെത്താൻ. ഈ വ്രതാനുഷ്ഠാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാകട്ടെ. നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യവും സമാധാനവും നിറയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇത് പങ്കുവെക്കുക. കാരണം ഒരാളെ വ്രതമെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നത് പോലും വലിയൊരു പുണ്യമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആത്മീയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ വൈകുണ്ഠനാഥന്റെ കാരുണ്യം എല്ലാവരെയും വർഷിക്കട്ടെ.